ഹായ്. അപ്പോൾ ദേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി നമ്മൾ ഈ ചെടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പം കുറേയൊക്കെ പുളിയുറുമ്പൊക്കെ കയറിയിട്ടുണ്ട്. ഒരെണ്ണം തന്നെ കേട്ടോ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ മഴയും വെയിലൊക്കെ കൊണ്ട് കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് ചക്ക എടുക്കാൻ വേണ്ടി പഴയ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ വീട്. ഇപ്പോൾ ഇവിടെ വാടകക്കാരാണ്. 2 റൂമും ഒരു ഹാളും കിച്ചണും പിന്നെ വീടിൻ്റെ പുറകുവശം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം, പുറത്തെ അടുപ്പാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ചക്ക എടുക്കാൻ വേണ്ടി തൊടിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ചക്ക ഇട്ടിരിക്കണത്. അപ്പോൾ ഇനി അമ്മയും ഏട്ടനും കൂടെ ചക്ക റെഡിയാക്കുന്ന സെറ്റപ്പിലാട്ടോ അവർ. ആ ഒരു പരിപാടിയിലാണ്, ചക്ക റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വീട്ടിലൊക്കെ തിരിച്ചെത്തി ഇനി നമ്മൾ ചക്കശ്ശേരിക്കുള്ള ചക്കയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ 2 വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ചക്കക്കാര്യത്തിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ നമ്മൾ മറന്നു പോകരുതല്ലോ. അപ്പോഴേക്കും അച്ഛൻ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് ജ്യൂസ് അടിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പാലും പഞ്ചസാരയും അതിൽ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ആച്ചി പൗഡർ ഉണ്ടല്ലോ, ആച്ചിയുടെ ബദാം പൗഡർ ആട്ടോ ചേർത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ. നമ്മുടെ പാലിലായാലും അല്ലെങ്കിൽ ഓട്സൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പൊതുവേ ഡ്രാഗൺ ഫ്രൂട്ട് അത് വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര മധുരപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പൗഡറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കളറ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കി, അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.